കറുപ്പ് വൃത്തികേടല്ല വൃത്തിയാണെന്ന് ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ. തുറന്ന് സംസാരിക്കാൻ ചങ്കൂറ്റമുള്ള സമൂഹമാണ് നമ്മുടേത്. പറയുന്നവർക്കെല്ലാം തമാശയാണ്, പക്ഷേ കൊള്ളുന്നവർക്ക് അത് വലിയ വേദനയാണെന്നും ചീഫ് സെക്രട്ടറി പറഞ്ഞു. വലിയ പിന്തുണയാണ് തനിക്ക് ലഭിച്ചതെന്നും ശാരദാ മുരളീധരൻ കൂട്ടിച്ചേർത്തു. വിഷയത്തിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അവർ. കറുപ്പ് അഴകാണ്, ഞാൻ കറുപ്പാണ്, ആ കറുപ്പിനൊരു കുറവില്ല. ഈ കറുപ്പ് എന്ന് പറയുന്നതിൻ്റെ ആയിട്ട് വരുന്ന ഒരു മൊത്തം വാല്യൂ സിസ്റ്റം, വാല്യൂ കണ്ണറ്റേഷൻസ് ഉണ്ടല്ലോ. ഇത് മനസ്സ് കറുപ്പാണ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മളുടെ ചിന്ത കറുപ്പാണ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇത് ഇപ്പം കറുപ്പ് നമ്മൾ വ്യാഖ്യാനിക്കുന്നത് എന്തോ വൃത്തികെട്ട സാധനമായിട്ടാണ്. അപ്പോൾ ഈ വൃത്തികേടല്ല കറുപ്പ്, വൃത്തിയാണത്. അപ്പോൾ അത് അവിടേക്ക് നമുക്ക് ചിന്തിക്കാനായിട്ട് പറ്റുമ്പോഴേ നമ്മുടെ ഈ ഉണ്ടായിരിക്കുന്ന ഒരു ഇൻഡോക്ട്രിനേഷൻ നമുക്ക് പൊട്ടിച്ച് പുറത്തിറങ്ങാൻ പറ്റുള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം. വാർത്തയുടെ വിശദാംശങ്ങളുമായി രശ്മി കാർത്തിക ചേരുന്നു. രശ്മി, ശാരദാ മുരളീധരൻ പോസ്റ്റ് ഇടാനുള്ള കാരണം പറഞ്ഞു, പോസ്റ്റ് പിൻവലിച്ച കാര്യം പറഞ്ഞു. എന്തായാലും കറുപ്പ് അത് വൃത്തികേടല്ല, അത് വൃത്തിയാണ് എന്ന് അദ്ദേഹം തുറന്ന് പറഞ്ഞിരിക്കുന്നു. കറുത്തവർക്ക് എല്ലാ വിധത്തിലുള്ള ഐക്യദാർഢ്യവും അവർ പ്രഖ്യാപിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഈ വിഷയം ഇനി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ശാരദാ മുരളീധരൻ ഉദ്ദേശിക്കുന്നത്? നിറത്തിന്റെ പേരിൽ അപമാനം നേരിട്ട സംഭവം അത് ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചിരുന്നു. ഇതിന് നിലവിൽ വലിയ രീതിയിലുള്ളൊരു പിന്തുണ സമൂഹ മാധ്യമങ്ങളിൽ ലഭിക്കുന്നുണ്ട് ചീഫ് സെക്രട്ടറിക്ക്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നത്. തുലനങ്ങൾ ധാരാളം ഉണ്ടാകാറുണ്ട്. കറുപ്പും വെളുപ്പും ഉപയോഗിച്ചുള്ള തുലനം ആദ്യമായിട്ടാണ് കേൾക്കുന്നത് എന്നുള്ളതാണ് ശാരദാ മുരളീധരൻ പറഞ്ഞത്. കറുപ്പിനെ അപകീർത്തിപ്പെടുത്തുന്നവർക്കെതിരെ യുദ്ധത്തിനിറങ്ങാം എന്ന് താൻ തീരുമാനമെടുക്കുകയായിരുന്നു. കറുപ്പിനെന്തോ വലിയ പ്രശ്നമുണ്ട്, അത് 4ാമത്തെ വയസ്സ് മുതൽ കേൾക്കുന്ന ഒന്നാണ്. പിന്നീട് മക്കളൊക്കെ വലുതായതിനു ശേഷമാണ് ആ ഒരു ചിന്താഗതിയിൽ മാറ്റമുണ്ടായത്. അതോടൊപ്പം തന്നെ നമ്മൾ സ്വാംശീകരിച്ചിരിക്കുന്ന മൂല്യങ്ങളുടെ ഒരു പ്രശ്നമാണിത്. മനസ്സും ചിന്തയും കറുപ്പാണെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് എന്താണ് അതിന്റെ അർത്ഥം എന്ന് പറയുന്നു. കറുപ്പ് അത് വൃത്തികേടല്ല, വൃത്തിയാണ്. ഇതിൽ തന്റെ മനസ്സിലുള്ള കാര്യമല്ല, തങ്ങളുടെ എല്ലാവരുടെയും മനസ്സിലുള്ളൊരു കാര്യമാണ്. കേരളത്തിലായതുകൊണ്ടാണ് ഇങ്ങനൊരു പോസ്റ്റ് ഇട്ടപ്പോൾ വലിയ പ്രതികരണം ഉണ്ടായത് എന്ന് ശാരദാ മുരളീധരൻ പറയുന്നു. തുടർന്ന് സംസാരിക്കാൻ ചങ്കൂറ്റമുള്ള സമൂഹമാണ് നമ്മുടേത്. ഒരു വിവാദം ഉണ്ടാക്കുന്ന കാര്യമാണോ താനിട്ടത് എന്നുള്ളൊരു സംശയം തോന്നിയിരുന്നു. ആ സംശയം ഉള്ളത് കൊണ്ട് തന്നെയാണ് ആദ്യം ഇട്ട പോസ്റ്റ് ഡിലീറ്റ് ചെയ്തത്. പിന്നീട് പോസ്റ്റ് ഇടാൻ പ്രേരണയായത് തന്റെ ഭർത്താവാണ് എന്നും പറഞ്ഞപ്പോൾ ഈ ഏതെങ്കിലുമൊക്കെ പൊതുവേദികളിൽ ഇത്തരത്തിൽ നിറത്തിന്റെ പേരിലൊക്കെ പരിഹസിക്കുന്ന അവർ പറയുന്നവർക്ക് അതെല്ലാം ഒരു തമാശയായിരിക്കും, കൊള്ളുന്നവർക്ക് അത് വലിയ വേദനയായിരിക്കും. ഏതായാലും ഇത്തരത്തിൽ പരിഹസിക്കപ്പെടുന്നവർക്കൊക്കെ തന്നെ മുന്നോട്ട് വരണം എന്ന് ശാരദാ മുരളീധരൻ പറയുന്നു. ഇത്തരത്തിൽ നമുക്ക് സ്വയം സ്നേഹിക്കുകയാണ് വേണ്ടത് എന്നുള്ളതും ശാരദാ മുരളീധരൻ വ്യക്തമാക്കിയത്. ഏതായാലും ഈ വർണ്ണവിവേചനം നേരിട്ടതുമായി ബന്ധപ്പെട്ട ഈ ഫേസ്ബുക്ക് പോസ്റ്റ് അത് വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിലടക്കം ചർച്ചയാവുകയും വലിയ രീതിയിലുള്ള പിന്തുണ സാംസ്കാരിക രാഷ്ട്രീയ മേഖലകളിൽ നിന്നടക്കം ശാരദാ മുരളീധരൻ ലഭിച്ചൊരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ മാധ്യമങ്ങളോട് അവർ പ്രതികരിച്ചിരിക്കുന്നത്. അല്ലെ, യെസ്, പറയുന്നവർക്ക് തമാശ, കൊള്ളുന്നവർക്ക് വേദന. കറുപ്പ് വൃത്തികേടല്ല, വൃത്തിയാണെന്ന് ആവർത്തിച്ച് വ്യക്തമാക്കുന്നു ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ. രശ്മി കാർത്തികയാണ് അവരുടെ വാർത്താ സമ്മേളനത്തിൻ്റെ വിശദ വിവരങ്ങൾ നൽകിയത്.